കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇത് ഹൗസ് സെഷൻ. In this session, we are discussing the economics paper BECC 109. സോ ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ലേണേഴ്സിനെ TEയിലോട്ടേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ സിലബസും അതോടൊപ്പം തന്നെ പാസ്റ്റ് ഇയേഴ്സിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതോടുകൂടി നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു അനാലിസിസിന്റെ റോഡ് മാപ്പ് ഫസ്റ്റ് ഫീച്ചർ പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. എല്ലാ യൂണിറ്റ്സിനും അതിന്റെ സബ് യൂണിറ്റ് സബ് ടോപ്പിക് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം എക്സാം പാറ്റേൺ അനാലിസിസും റെക്കറന്റ് ആയിട്ട് പാസ്റ്റ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ ആൻഡ് ഈ ഒരു ടീമിലോട്ടേക്ക് പ്രൊബബിൾ ആയിട്ടുള്ള സം ടോപ്പിക്സിന്റെ ഒരു പ്രൊഡിക്ഷൻ അനാലിസിസും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഈ ഒരു സെഷന്റെ എൻഡിൽ നമ്മളൊരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നവിടെ തന്നെ സെയിം ഒരു ഫുൾ ലെങ്ത് പ്രാക്ടീസ് പേപ്പർ ആണ്, മിറർ ചെയ്തുണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ്. അതിന്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം. സിലബസ് മാപ്പിംഗ് നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കീ ടോപ്പിക് ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ എക്കണോമിക് ഗ്രോത്ത്, ലോ അപ്പിയറൻസ് ആണ്, ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഹെറോഡോമർ ഗ്രോത്ത് മോഡൽ ഒരു തവണ അപ്പിയർഡ് ആണ്, ലോ കാറ്റഗറി ആണ്. നൈസ്വേർഡ്സ് പ്രോബ്ലം ഇൻ ഹെറോഡോമർ മോഡൽ 3 ടൈംസ് അപ്പിയർഡ് ആണ്, ലോ കാറ്റഗറി ആണ്. വാറന്റഡ് ഗ്രോത്ത് റേറ്റ്, ഗോൾഡൻ റൂൾ ലെവൽ ഓഫ് ക്യാപിറ്റൽ accumulation low category ആണ്. സോളോ മോഡൽ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് പാത്ത് ആൻഡ് ഇംപ്ലിക്കേഷൻസ് മീഡിയം കാറ്റഗറി ആണ്. AK മോഡൽ ഓഫ് endogenous growth മോഡലും ജനറൽ ഫീച്ചേഴ്സ് ആൻഡ് അസെപ്ഷൻസും 3 ടൈംസ് ഓളം അപ്പിയർഡ് ആണ്, ലോ കാറ്റഗറി ആണ്. റോമർ endogenous growth മോഡൽ ബിസിനസ് സൈക്കിൾ ഇൻഡിക്കേറ്റേഴ്സ് ലീഡിംഗ് ലാഗിംഗ് ആൻഡ് കോയിൻസിഡന്റ് ലോ കാറ്റഗറി ആണ്. ബിസിനസ് സൈക്കിൾ കോൺസെപ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് ഫേസസ് 6 ടൈംസ് അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറി ആണ്. റിയൽ ബിസിനസ് സൈക്കിൾ തിയറീസ് ആൻഡ് മോഡൽസ് 4 ടൈംസ് അപ്പിയർഡ് ആണ്, ലോ കാറ്റഗറി ആണ്. സെമേഴ്സ് ആൻഡ് മൾട്ടിപ്ലയർ ആക്സിലറേറ്റ് ഓർ മോഡൽ ഓഫ് ബിസിനസ് സൈക്കിൾ 2 ടൈംസ് അപ്പിയർഡ് ആണ്, ലോ കാറ്റഗറി ആണ്. കമ്പേറ്റേഴ്സ് ഇന്നോവേഷൻ തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ, ഫിഷേഴ്സ് 2-period intertemporal ചോയ്സ് മോഡൽ, കുസൻസ് കോൺസെപ്ഷൻ പസിൽ, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് അഥവാ LSH കോൺസെപ്ഷൻ തിയറി, ലിമിറ്റേഷൻ ഓഫ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്, പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ് PIH. ലോ കാറ്റഗറി ആയിട്ടുള്ള കീ ടോപ്പിക്സുകളാണ് ഇതൊക്കെ. നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഇംപ്ലിക്കേഷൻസ് ഓഫ് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ്, നിയോ ക്ലാസിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ ആൻഡ് യൂസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡിമാൻഡ് ഫോർ ഹൗസസ്, ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഇൻവെന്ററി സ്റ്റോക്സ് ലോ കാറ്റഗറി ആണ്. ടോബിൻസ് ക്യൂട്ടിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, Baumol-Tobin transaction demand for money, portfolio balance approach to money demand, Friedman's demand for money quantity theory, low category ആണ്. Automatic stabilizers in physical policy, budget deficit concept and impact in financing, crowding out of private investment, debt sustainability, government budget constraint and debt stabilization, effect of physical policy and tax cuts, low category ആണ്. Implication of high debt GDP ratio, Ricardian equivalence proposition, central bank loss function, monetary policy transmission channels, neutrality of money. So category ആയിട്ടുള്ള key topics ആണ് ഇതൊക്കെ. Policy lack in monetary policy, policy rules versus discretion, quantitative easing, Taylor rule for interest rate settings. Low category topics ആണ് ഇതൊക്കെ. Aggregate supply curve, classical theory output, employment and price level, classical versus Keynesian macroeconomics, dynamic stochastic general equilibrium models, DGSE low category topics ആണ്. Monetarism, neo-Keynesian macroeconomics, neoclassical macroeconomics, overview of school of macroeconomic thoughts low category topics ആണ്. നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് 1 is highly important ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഈ ടോപ്പിക്സുകൾ വരുന്ന ഒരു ബ്ലോക്ക് ആണ്, ഫോളോഡ് ബൈ ബ്ലോക്ക് 2, ബ്ലോക്ക് 3 ആണ് ബ്ലോക്ക് 4. നെക്സ്റ്റ് ഒരു ഹീറ്റ് മാപ്പ് സമ്മറി ആണ് യൂണിറ്റ് 2 അതുപോലെ യൂണിറ്റ് 4 ബ്ലോക്ക് 1ന്റെ അകത്തുള്ള ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഹൈ yield ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രോത്ത് സൈക്കിൾ ക്ലസ്റ്റേഴ്സ്, അതിനകത്ത് പെടുന്ന സോളർ മോഡൽ സ്റ്റഡി സ്റ്റേറ്റ്, ബിസിനസ് സൈക്കിൾ കോൺസെപ്റ്റും അതിന്റെ ഫീച്ചേഴ്സും, റിയൽ ബിസിനസ് സൈക്കിൾ തിയറി,
റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് 20 മാർക്കറിനും അതുപോലെ തന്നെ 12 മാർക്കറിനും ഒക്കെ ആയിട്ട്. മൈക്രോ പോളിസി ക്ലസ്റ്റേഴ്സ്, ഫിഷേഴ്സ് ഇന്റർടെമ്പറൽ ചോയ്സ് മോഡലും, റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ബഡ്ജറ്റ് ഡെഫിസിറ്റ്, ഡെപ്റ്റ് സസ്റ്റൈനബിലിറ്റി. നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ക്വസ്റ്റ്യൻ ഫോമാറ്റ് ടെസ്റ്റ് 1 ലോങ് അനലറ്റിക്കൽ എസ്സേസ് ആണ്, 20 മാർക്കറിന് 500 വേർഡ്സ് ആണ്. 4 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ചോദിക്കുന്നത്. 40% ആണ് ടോട്ടൽ ഷെയർ. നെക്സ്റ്റ് മീഡിയം ലെങ്ത് അനലറ്റിക്കൽ ആൻസേഴ്സ് ആണ്, 12 മാർക്കറിന് 50 ആണ് വേർഡ് ലിമിറ്റ് വരുന്നത്. ഷോർട്ട് നോട്ട്സ് 6 മാർക്കറിനാണ്, 100 ആണ് വേർഡ് ലിമിറ്റ് വരുന്നത്. ലോങ് അനലിറ്റിക്കൽ എസ്സേസ് 500 വേർഡ്സിനാണ് നമ്മൾ എഴുതേണ്ടത്. അത് ഒരു വേർഡ് ലിമിറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം, 20 മാർക്കറാണ്. സോ ഇങ്ങനെ തന്നെ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അങ്ങനെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുകൂടെ വേണം, ഒരു ഇൻട്രൊഡക്ഷനും ബോഡി പാർട്ടും കൺക്ലൂഷനും ആയിട്ട്. മീഡിയം ലെങ്ത് അനലറ്റിക്കൽ ആൻസേഴ്സ് 12 മാർക്കറിനാണ്, 250 വേർഡ്സിനാണ്. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ഡെഫിനിഷൻസ് 6 മാർക്കറിന് 100 വേർഡ്സിനാണ്. സോ മാർക്കും അതുപോലെ തന്നെ അതിന്റെ സ്കോർ പിന്നെ വേർഡ് ലിമിറ്റ് കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് വേണം ആൻസർ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്, ബൈ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ആണ്. ഫസ്റ്റ് ബ്ലോക്ക് ഇക്കണോമിക് ഗ്രോത്ത് 33% ആണ് ടോട്ടൽ ഷെയർ. ബ്ലോക്ക് 2 മൈക്രോ ഇക്കണോമിക് ഫൗണ്ടേഷൻസ് 38% ആണ്. ബ്ലോക്ക് 3 ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി 20% ആണ്. ബ്ലോക്ക് 4 സ്കൂൾസ് ഓഫ് മാക്രോ എക്കണോമിക് തോട്ട്സ് 9% ആണ് ടോട്ടൽ ഷെയർ വരുന്നത്. സോ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോമാറ്റിന്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ എസ്സേ ലോങ് ആൻസർ എസ്സേ ഒരു ഡിപ്പ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലിപ്പ് നമുക്ക് കാണാൻ പറ്റും 22 ജൂൺ തൊട്ട് 25 വരെ ജൂൺ പ്ലേസ് ചെയ്യുമ്പോൾ. ബട്ട് എന്നാലും അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വരുന്ന ഷോർട്ട് ആൻസർ, ഷോർട്ട് നോട്ട്സ്, ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. സോ ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 ഹൈലി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ബ്ലോക്സ് ആണ്. 70% ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് എക്സ്പെക്റ്റഡ് ആണ് നമുക്ക്. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ബിസിനസ് സൈക്കിൾ ആണ്, കോൺസെപ്റ്റും അതിന്റെ ഫേസസ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ഡിഫറെന്റ് 10 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്. 60-20 മാർക്കറിനാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ആവറേജ് 11 സ്കോർ ആണ് ഈ ഒരു കീ ടോപ്പിക്സിൽ നിന്ന് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ടോപ്പിക്സ് ക്യൂ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇതിനകത്ത് 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 60-20 മാർക്കറിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ സോളോ ഗ്രോത്ത് മോഡൽ ആണ്, സ്റ്റഡി സ്റ്റേറ്റ് 5 ടൈംസ് അപ്പിയർഡ് ആണ്. നെക്സ്റ്റ് വൺ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ് 3 ടൈംസ് അപ്പിയർഡ് ആണ്, 60-12 മാർക്കറിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് 3 ടൈംസ് അപ്പിയർഡ് ആണ്, 60-20 മാർക്കറിനാണ് ചോദിച്ചിട്ടുള്ളത്. എൻഡോജീനിയസ് ഗ്രോത്ത് മോഡൽ 3 ടൈംസ് അപ്പിയർഡ് ആണ്, 20 മാർക്കറിനും. അതുപോലെ ഒരു ആവറേജ് സ്കോർ 13 ആണ്. ഫിസിക്കൽ പോളിസി ബഡ്ജറ്റ് ഡെഫിസിറ്റ് കോൺസെപ്റ്റ് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ആവറേജ് സ്കോർ 13 ആണ്. ഹെറോഡോമർ മോഡൽ നൈഫേർജ് ബിഹേവിയർ 2 തവണ ചോദിച്ചിട്ടുണ്ട്, 16 ആണ് ആവറേജ് സ്കോർ. ബോമോൾ ടോബി ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ആവറേജ് മാർക്ക് 20 ആണ്. മോണിറ്ററിസം ആൻഡ് ഡിമാൻഡ് ഫോർ മണി 2 ടൈംസ് അപ്പിയർഡ് ആണ്, 6 ആണ് ആവറേജ് സ്കോർ വരുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഈ ഫ്രീക്വൻസി ടേബിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വാട്ട് എ ബിസിനസ് സൈക്കിൾ ഇസ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് മെയിൻ ഫീച്ചേഴ്സ്, ഫേസസ് ആൻഡ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് 10 ടൈംസ് അപ്പിയർഡ് ആണ്, ആവറേജ് സ്കോർ 11 ആണ്. Next one, state Aubin Q theory of investment and analyze how challenging to affect firms' investment decisions. 6 times appeared on average score 11 on. Using a suitable diagram, explain the solo growth model and the steady state growth path. 5 times appeared on 17 on average score. Next, explain the permanent income hypothesis and its main features. 3 times appeared on 8 on average score. Next one, discuss the life cycle hypothesis and its resolution of Cousin's conception puzzle. 3 times appeared on 15 on average score. Define endogenous growth and outline key assumptions and implications of such models. 3 times appeared on 13 on average score. And define various concepts of budget deficit and discuss their macroeconomic effects. 3 times appeared on 13 on average score. Explain the Heterodomer model and the knife-edge nature of its equilibrium. 2 times appeared on 16 on average score. Describe the Baumol-Tobin model of transaction demand for money. 2 times appeared on 20 on average score. Write short note on monetarism and its view on money demand. 2 times appeared on 6 on average score. So
ടോപ്പ് 10 റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് 30% ചോദിച്ചിട്ടുണ്ട് ഫ്രം ഡിസംബർ 22 തൊട്ട് ജൂൺ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ഈ ടിയിലോട്ടേക്കുള്ള സം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ സം കീ ടോപ്പിക്സിന്റെ ഒരു മെട്രിക്സ് ടേബിൾ ആണ്. ഫസ്റ്റ് കീ ടോപ്പിക് നൈഫ് എഡ്ജ് പ്രോബ്ലം ഇൻ ഹെറോഡാമ മോഡൽ ആണ്. 43% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. ഗോൾഡൻ റൂൾ ലെവൽ ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ 57% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. സോളോ മോഡൽ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് പാത്ത് ആൻഡ് ഇംപ്ലിക്കേഷൻസ് 86% ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. Endogenous growth model and general features assumptions 43 chance ഉണ്ട്, medium category ആണ്. Business cycle concept and features 86 chance ഉണ്ട്, high category ആണ്. Business cycle indicators 43 chance ഉണ്ട്, medium category ആണ്. Real business cycle theory 57% chance ഉണ്ട്, medium category ആണ്. Competitors innovation theory of business cycle 43% chance ഉണ്ട്, medium category ആണ്. Fisher's two-period intertemporal choice model 57% chance ഉണ്ട്, medium category ആണ്. Fusion conception puzzle, life cycle hypothesis, permanent income hypothesis 43% chance ഉണ്ട്, medium category ആണ്. Next residential investment and demand for houses 57% chance ഉണ്ട്, medium category ആണ്. Tobin-Q's theory of investment 50% chance ഉണ്ട്, medium category ആണ്. Next Baumol-Tobin transaction demand for money, budget deficit concept, impact and financing, Taylor rule for interest rate setting, classical theory output, employment and price level 43% chance ഉണ്ട്, medium category ആണ്. Limitations debt sustainability, government budget constraints 29% chance ഉണ്ട്, low category ആണ്. Next high topics ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ അപ്പിയറൻസസ് കൂടെ പറയുന്നുണ്ട്. നൈഫോജിൻ ഹെറോഡോമർ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ഗോൾഡൻ റൂൾ ക്യാപിറ്റൽ 4 തവണ അപ്പിയർഡ് ആണ്. സോളോ സ്റ്റഡി സ്റ്റേറ്റ് മോഡൽ 6 തവണ ചോദിച്ചിട്ടുണ്ട്. എൻഡോജീനിയസ് ഗ്രോത്ത് മോഡലും ജനറൽ ഫീച്ചേഴ്സും 3 ടൈംസ് അപ്പിയർഡ് ആണ്. ബിസിനസ് സൈക്കിൾ കോൺസെപ്റ്റ് ആൻഡ് ഫേസസ് 20 മാർക്കറിന് 6 തവണ ചോദിച്ചിട്ടുണ്ട്. ബിസിനസ് സൈക്കിൾ ഇൻഡിക്കേറ്റേഴ്സ് 3 ടൈംസ് അപ്പിയർഡ് ആണ്. RBC തിയറി 4 ടൈംസ് അപ്പിയർഡ് ആണ്. കമ്പ്യൂട്ടേഴ്സ് ഇന്നോവേഷൻ തിയറി 3 ടൈംസ് അപ്പിയർഡ് ആണ്. ഫിഷേഴ്സ് ടു പീരിയഡ് മോഡൽ 4 തവണ ചോദിച്ചിട്ടുണ്ട്. Poisson's conception puzzles 3 ടൈംസ് അപ്പിയർഡ് ആണ്. LCHF conceptions 3 ടൈംസ് അപ്പിയർഡ് ആണ്. PIH definition on arguments 3 തവണ ചോദിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 4 തവണ ചോദിച്ചിട്ടുണ്ട്. Tobin-Q 4 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് Baumol-Tobin transaction demand 3 ടൈംസ് അപ്പിയർഡ് ആണ്. ബഡ്ജറ്റ് ഡെഫിസിറ്റ് കോൺസെപ്റ്റ്, ടൈലർ റൂൾ, ക്ലാസിക്കൽ തിയറി 3 ടൈംസ് അപ്പിയർഡ് ആയിട്ടുള്ള ഈ ടോപ്പിക്സുകളാണ്. നെക്സ്റ്റ് ഹൈ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന സം ടോപ്പിക്കുകളാണ്. സോളോ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് പാത്തും ബിസിനസ് സൈക്കിളും. സോ ഇതൊരു 20 മാർക്കർ ഫുൾ ലെങ്ത് ആൻസർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നന്നായിട്ട്. നെക്സ്റ്റ് മീഡിയം കാറ്റഗറി ആയിട്ടുള്ള നൈഫ് എഡ്ജ്, ഗോൾഡൻ റൂൾ, ക്യാപിറ്റൽ, എൻഡോജീനിയസ് ഗ്രോത്ത് ബേസിക്സ്, Poisson's puzzles, LCH, PIH മോഡൽസ് ഒക്കെ, ക്ലാസിക്കൽ തിയറീസ് 12 മാർക്കറിന്റെ ഒരു ആൻസർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ഡെഫിനിഷൻസും കോർ മെക്കാനിസംസും വിത്ത് ഡയഗ്രം. നെക്സ്റ്റ് വൺ ലോ പ്രോബബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. PIH ലിമിറ്റേഷൻസും ഡെപ്ത് സസ്റ്റൈനബിലിറ്റിയും ഒക്കെ ഒരു 5 to 7 ലൈൻ ആയിട്ട് ഒരു ബുള്ളറ്റിംഗ് പോയിന്റ്സ് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. ഇത് നമ്മുടെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ടൈം 3 hours ആണ്. മാക്സിമം സ്കോർ 100 ആണ്. ഇൻസ്ട്രക്ഷൻസ് നിർബന്ധമായിട്ടും കെയർഫുൾ ആയിട്ട് നിങ്ങൾ റീഡ് ചെയ്യണം. ഫസ്റ്റ് വൺ, there are 3 sections A, B and C. 2, attempt question from each section as instructed. Third one, use suitable diagrams wherever relevant. Fourth one, answer must be written in your own words with a clear reasoning and steps. Okay, so first section A, attempt any 2 questions from this section. Each answer should be about 500 words. Okay, 40 marker ആണ് total. Explain the solo model of economic growth with exogenous technical progresses. Okay, using a clearly labeled diagram, derive the steady state capital labor ratio and the associated growth path of output per work. How is the golden rule level of capital defined in this framework, and what does it imply for the choice of the saving rate? Second one, formulate the consumer's intertemporal choice problem in a 2-period Fisher model. Derive the intertemporal budget constraint and illustrate the optimal choice. How do the life cycle and permanent income hypothesis reinterpret this framework when the planning horizon extend beyond 2 periods? Third, contrast the classical and Keynesian explanation of how output and employment are determined in microeconomy. How did new classical and new Keynesian approaches modify these views with respect to expectations and price or wage adjustment? Briefly indicate how modern dynamics, stochastic general equilibrium models seek to provide a unified treatment. Fourth one, discuss the role of fiscal policy in stabilizing a closed economy over the business cycle. Distinguish between alternating concept of budget deficit and analyze the channels through which sustained fiscal deficit and rising public debt can influence interest rate, private investment, and long-run growth. Section B, attempt any 4 questions from the section. Each answer should be about 250 words. First question.
State the main assumptions of Harada-Rama growth model, derive the condition for equilibrium growth, and explain why small deviations from the guaranteed growth rate and generate cumulative divergence, giving rise to the so-called knife-edge property of the model. Sixth one, outline the basic structure of a simple endogenous growth model of AK type. In what key respects does it differ from the solo model with exogenous technical progress in explaining long-run growth, and what a policy conclusion follow from this difference. Seventh one, explain the notion of a business cycle in macroeconomics. Describe the characteristics behavior of output, employment, and prices over a typical cycle, and classify economic indicators into leading, coincident, and lagging type, giving one example of each category. Eighth one, explain life cycle hypothesis of consumption behavior. How does the LCH account for observation that the long run average propensity to consume appears roughly constant as income grows, sometimes referred to Cousin's conception puzzles. Ninth one, present the main idea of Tobin Q theory of investment. How is the market valuation of a firm capital stock related to incentive to undertake new investment, and what factors might cause Q to remain above or below unities for extended period. Tenth one, construct the Bomoll-Tobin model of the transaction demand for money for an individual who reserves income periodically. Derive the optimal number and size of cash withdrawals, and comment on how the model implies an inverse relationship between the interest rate and the demand for money. 11th one, describe the Taylor type rule for the setting the short-term nominal interest rate. What information about inflation and output gap does such a rule use, and what are the main arguments for and against relying on explicit policy rules rather than discretionary judgments? Section C, write a short note on any two of the following in about 100 words each. 12th question, write short note on any of the following: a real business cycle, RBC theory, and the role of technology shock in explaining macroeconomic fluctuations. B, complete your view of business cycle based on innovation, credit creation, and the case studying of investment. C, Ricardian equivalence position in the context of government borrowing, taxation, and the perceived burden of public debt. D, Monetary perspective on the demand for money and the long-run neutrality of money for output and employment. So ഇതിന്റെ ആൻസർ നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.